ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിന് നമ്മൾക്ക് പ്രത്യേകിച്ച് കറിയൊന്നുമില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചമ്മന്തിയും സാമ്പാറും വെച്ചെന്നേ ഉള്ളൂ. ഇതില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണിത്. കാരണം കറിയൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നമ്മൾ വെജിറ്റബിൾസും ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് പച്ചരി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 5-6 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. ഒരുപാട് ലൂസായി പോകരുത്. ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തരിയൊന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഇതിനകത്ത് തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഒരുപാട് വലുതുമല്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതും കൂടെ മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കുക. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. അതിനായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1/4 കപ്പ്, ബീൻസ് നല്ലപോലെ തിന്നായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിയുക, 1 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കുറച്ച് മല്ലിയില, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്. ഇത്രയും വെജിറ്റബിൾസ് റെഡിയാക്കി വെക്കുക. നമ്മളുടെ മാവ് ഈ സമയത്ത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസ് അരിയുമ്പം നല്ലപോലെ തിന്നായിട്ട് വേണം അരിയാനായിട്ട്. അതുമാത്രം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഉള്ളിയൊക്കെ അരിയുമ്പോൾ നല്ലപോലെ ചെറുതാക്കി അരിയുക. ഇനി ഇതിനകത്തേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്നും കൂടെ ഒന്ന് കൈവച്ച് ഇളക്കി കൊടുക്കുക. അപ്പം ഏതെങ്കിലും വെജിറ്റബിൾ വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് ഒന്നും കൂടി ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പച്ചമുളക് അരിയുമ്പം ഒരുപാട് പൊടിയായിട്ട് വേണം അരിയാനായിട്ട്. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അത് ബീൻസിൻ്റെ കൂടെ കടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം പച്ചമുളക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഞാനിവിടെ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് തൈരും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. തൈര് എടുക്കുമ്പം കുറച്ച് പുളിയുള്ള തൈരാണ് ഇതിന് നല്ലത്. കാരണം നമ്മൾ ഇതിനകത്ത് ഉഴുന്നിട്ട് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് പുളിക്കാൻ വെക്കുന്നുമില്ല. അതുകൊണ്ട് കുറച്ച് പുളിയുള്ള തൈര് എടുക്കുക. 1/4 കപ്പ് തൈരാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തൈരും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. ഇനി ബേക്കിംഗ് സോഡ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും. നമ്മൾ തിന്നായിട്ട് ഒഴിച്ചാലും കുറച്ചും കൂടെ പൊങ്ങി വന്നിട്ടാണ് ദോശ ഇരിക്കുക. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് പരന്ന പാത്രമല്ല, ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ മാവുന്ന് കുറച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ദോശയുടെ ഒരു പരുവത്തിൽ വരുന്നവരെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് തിക്കായിട്ടല്ല, കുറച്ച് തിന്നായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ ദോശയ്ക്കും ഒരുപാട് കട്ടി ഉണ്ടായിരിക്കത്തില്ല. എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഒരുപാട് തീ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ഇതേപോലെ ഹോൾസ് വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി നമ്മൾക്ക് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മളുടെ ദോശ റെഡിയായിട്ടുണ്ടായിരിക്കും. ഇനി ഇത് നമ്മൾക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു അളവിൽ ഏകദേശം 5 ദോശയായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അതായത് 1 കപ്പ് അരി വെച്ച് നമ്മൾക്ക് 5 ദോശയായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. ദോശയുടെ വലുപ്പം അനുസരിച്ച് ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു ചേഞ്ചസ് വരും. പ്രത്യേകിച്ച് കറിയില്ലെങ്കിൽ പോലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിതവിടെ നിന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇതിന് ഉൾഭാഗമൊക്കെ കണ്ടാൽ അറിയാം, നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. നമ്മളിത് വളരെ തിന്നായിട്ടാണ് ഒഴിച്ചത്, എങ്കിൽ പോലും ഇത് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ
ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്